السلام عليكم ورحمة الله. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على محمد وعلى آل محمد. أما بعد اتقوا الله عباد الله. സ്നേഹമുള്ള ഖുർആൻ പഠിതാക്കളെ, 51-ാം അധ്യായം സൂറത്തു ദാരിയാത്ത് തുടരുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചത് 6 വരെയുള്ള ആയത്തുകളാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് 7 മുതൽ 14 വരെയുള്ള ആയത്തുകൾ നമുക്ക് പഠിക്കാം. അതിൻ്റെ നേരിട്ടുള്ള അർത്ഥവും ചെറിയ വിധത്തോതിലുള്ള ഒരു വിശദീകരണവും നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യമായി നമുക്ക് ഇതിൻ്റെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സമാഇ ദാത്തിൽ ഹുബുക് ഇന്നകും ലഫീ ഖൗലിൻ മുഖ്തലിഫ് യുഫകു അൻഹു മൻ ഉഫിക് قتل الخراصون الذين هم في غمرة ساهون يسألون أيان يوم الدين يوم هم على النار يفتنون ذوقوا فتنتكم هذا الذي كنتم به تستعجلون. കഴിഞ്ഞ 4 ആയത്തിൽ അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. അതിൽ സത്യം ചെയ്യുന്നത് കാറ്റിനെ വെച്ചുകൊണ്ടും മേഘത്തെ വെച്ചുകൊണ്ടും കപ്പലിനെ വെച്ചുകൊണ്ടും മലക്കുകളെ വെച്ചുകൊണ്ടുമൊക്കെ അള്ളാഹു സത്യം ചെയ്തിട്ട് പറയുകയാണ്, ഇന്നമാ തുഅദൂനൽ വാഖി, നിങ്ങളോട് വാഗ്ദത്തം ചെയ്യപ്പെടുന്ന കാര്യം, ഇന്നമാ തുഅദൂനൽ സ്വാദിഖ്, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യം അത് സത്യസമ്പൂർണം തന്നെയാണ്, നടക്കുക തന്നെ ചെയ്യും. അതുപോലെ വൈന്നദ്ദീനല വാപ്പയാണ്, തീർച്ചയായും ആ അന്ത്യദിനം, പ്രതിഫല ദിവസം, പ്രതിഫല നടപടി സംഭവിക്കുന്ന ആ ദിവസം അത് സംഭവിക്കുക തന്നെ ചെയ്യും. പ്രതിഫലത്തിൻ്റെ ദിവസം അത് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ സംശയിക്കേണ്ടതില്ല എന്ന് അള്ളാഹു ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള വസ്തുക്കളെയൊക്കെ സത്യം ചെയ്തുകൊണ്ട് പറയുകയാണ്. കാറ്റ്, മേഘം, കപ്പല്, മലക്കുകൾ എന്നിവയെല്ലാം സത്യം ചെയ്തുകൊണ്ട് പറയുക. അതിനൊക്കെ ആലോചിച്ചാൽ അതിൻ്റെ ഉള്ളിലൊക്കെ വലിയ പൊരുളുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും. ആയത്തുകൾ എന്തായാലും വിശദീകരിച്ചിരുന്നു, അതും ശ്രദ്ധയിലുണ്ടായിരിക്കും, എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി തുടർന്ന് അള്ളാഹു 7-ാമത്തെ ആയത്തിലും അള്ളാഹു ഒരു സത്യം ചെയ്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. 7-ാമത്തെ ആയത്തിൽ അള്ളാഹ് പറയുന്നത് വസ്സമാഇ ദാത്തിൽ ഹുബുക്, വസ്സമാഇ ആകാശം തന്നെയാണ് സത്യം, ദാത്തി ഉള്ളതായ ആകാശം, അൽ ഹുബുക്കി വിവിധ മാർഗങ്ങൾ ഉള്ളതായ ആകാശം. മാർഗം എന്ന് പറഞ്ഞാൽ വഴി, റോഡ് തന്നെ. അപ്പോൾ ഒരുപാട് വഴികൾ അല്ലെങ്കിൽ ഒരുപാട് റോഡുകളുണ്ട് എവിടെ? ആകാശ ലോകത്ത് നിന്നാണ്. ഏത് വാഹനം സഞ്ചരിക്കുന്നത്? ഏത് വാഹനമാകട്ടെ, ആ വസ്തുക്കൾ എന്തൊക്കെയാണോ ആ വഴിയിലൂടെ സഞ്ചരിക്കേണ്ടത് അത് പര്യാപ്തമായ വിധത്തിലുള്ള ഒട്ടനവധി മാർഗങ്ങൾ അഥവാ സഞ്ചാര പഥങ്ങൾ ആകാശത്തുണ്ട് എന്നാണ്. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കുക, ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമിക്ക് ഉപരിയിലുള്ള എല്ലാമാണ് ആകാശം. ആകാശത്ത് എന്തൊക്കെയുണ്ട്? ആകാശത്ത് നക്ഷത്രങ്ങൾ. എത്ര നക്ഷത്രം? കോടാനുകോടി നക്ഷത്രങ്ങൾ. ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ, ചിഹ്നഗ്രഹങ്ങൾ, ഉൽക്കകൾ, ഗാലക്സികൾ, ഇങ്ങനെ തുടങ്ങി അനന്തമായി കിടക്കുന്ന എണ്ണിയാൽ ഒടുങ്ങാത്ത വിധത്തിലുള്ള സൃഷ്ടികൾ, അള്ളാഹുവിൻ്റെ സൃഷ്ടി വാനലോകത്തുണ്ട്. ഭൂമി എന്ന് പറഞ്ഞാൽ അതിനൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ ഒന്നാണ്. 109 എത്രയോ ഏറെ 100 കണക്കിന് ഭൂമി ഉൾക്കൊള്ളാൻ കഴിയും സൂര്യന് തന്നെയാണ്. അത്ര വലിയ നക്ഷത്രങ്ങൾ. സൂര്യൻ എന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയ നക്ഷത്രമൊന്നും അല്ല, ഒരു ശരാശരി നക്ഷത്രമാണ്. സൂര്യനേക്കാളും എത്രയോ ഇരട്ടി വലുപ്പമുള്ള നക്ഷത്രങ്ങളുണ്ട്, ചെറുതുണ്ട്. അപ്പം എത്രയോ കോടി നക്ഷത്രങ്ങൾ, ട്രില്യൺ കണക്കായ നക്ഷത്രങ്ങളുണ്ട് എന്നാ ഓരോ ഗാലക്സിയിലും. ഒരു മിൽക്കി വേ ഗാലക്സി അല്ലെങ്കിൽ ക്ഷീരപഥം, ഒരു ക്ഷീരപഥത്തിൽ തന്നെ 100 ദശലക്ഷം, 100 10 ലക്ഷമാണ്, 100 ദശലക്ഷം മുതൽ 100 ട്രില്യൺ വരെ നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒരു ട്രില്യൺ എന്ന് പറഞ്ഞാൽ 1,00,000 കോടിയാണ്. 1,00,000 കോടിയാണ് ഒരു ട്രില്യൺ. അതേപോലെയുള്ള 100 ട്രില്യൺ വരെ നക്ഷത്രങ്ങൾ ഓരോ ഗാലക്സിയിലും ഉണ്ടെന്നാണ്. ആ ഗാലക്സിയുടെ വലിപ്പത്തിനനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവാം. അത് 100 ദശലക്ഷം ചുരുങ്ങിയതുണ്ടാവുന്ന, കൂടിയാൽ ഓരോ ഗാലക്സിക്കും ഈ പറഞ്ഞ ജാതി 1 ട്രില്യൺ വരെ, അല്ല 100 ട്രില്യൺ വരെ, അതായത് 100 ലക്ഷം കോടി
നക്ഷത്രങ്ങൾ തന്നെ ഒരു ഗാലക്സിയിൽ തന്നെ ഉണ്ടാവും. അങ്ങനെയുള്ള അനന്തമായ എണ്ണമറ്റ ഗാലക്സികൾ ഇതൊക്കെ വാനലോകത്താണ്. ഇതെല്ലാം സഞ്ചരിക്കുകയും ചെയ്യുന്നു. അപ്പൊ സഞ്ചരിക്കണമെങ്കിൽ അതിന് വഴി വേണ്ടേ, അതിന് മാർഗം വേണ്ടേ? അത് കൃത്യമായി അതിന്റെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. യാസീനിൽ പറഞ്ഞതുപോലെ കുല്ലുൻ ഫി ഫലകിൻ യസ്ബഹൂൻ, എല്ലാം അതിന്റെ സഞ്ചാരപഥത്തിലൂടെ നീന്തിത്തുടിച്ചു കൊണ്ടിരിക്കുന്നു. അഥവാ നീന്തുക എന്ന് പറഞ്ഞാൽ സഞ്ചരിക്കുക. കയ്യും കാലും എടുത്ത് വെച്ചിട്ടുള്ള നടത്തല്ലല്ലോ, ഗോളങ്ങൾ ഇങ്ങനെ സഞ്ചരിക്കുക. അതിന് നീന്തുന്നതിന് വായുവല്ല, വെള്ളത്തിലൂടെ ഒഴുകുന്നതിന് സമാനമാണ്. അവയങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആകാശഗംഗയിലൂടെ അഥവാ വാനലോകത്തുകൂടെ. അങ്ങനെ സഞ്ചരിക്കുന്ന, അവ ഒഴുകിക്കൊണ്ടിരിക്കുന്ന, നീന്തിത്തുടിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി മാർഗങ്ങൾ, വഴികൾ, അല്ലെങ്കിൽ സഞ്ചാരപഥങ്ങൾ. വഴി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ റോഡ് ഓർമ്മ വരുന്നത്. സഞ്ചാരപഥം, അവ സഞ്ചരിക്കുന്ന കൃത്യമായ റൂട്ട്, അതിൻ്റെ പദം, ആ പദത്തിലൂടെ തന്നെ അത് സഞ്ചരിക്കുകയുള്ളൂ. ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവില്ല. രശംസു എംബറിലഹ അൻ തുതിരിക്കൽ ഖമറ, അല്ലെ? സൂര്യന് ചന്ദ്രനെ പ്രാപിക്കാനോ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും പ്രാപിക്കാനോ ഒന്നും സാധ്യമല്ല. അതൊന്നും ഈ അന്ത്യദിനം സംഭവിക്കുന്നത് വരെ ഒന്നും ഉണ്ടാവില്ല. അവയൊക്കെ എല്ലാം ഈ കോടാനുകോടി നക്ഷത്ര, ഗോള, ചിഹ്നഗ്രഹ, ധൂമകേതുക്കളായ ഉൽക്കകൾ തുടങ്ങിയിട്ടുള്ള, ഗാലക്സികൾ തുടങ്ങിയിട്ടുള്ള എല്ലാം സഞ്ചരിക്കുന്നതിന് വേണ്ടി അള്ളാഹു വാനലോകത്ത് പ്രത്യേകമായ വഴി ഒരുക്കി വെച്ചിരിക്കുന്നു. അവ തമ്മിൽ ഒരിക്കലും തന്നെ കൂട്ടിമുട്ടുകയില്ല. വഴി തമ്മിൽ ക്രോസ് ചെയ്യും. അങ്ങനെയുള്ള റോഡ് ക്രോസ് ചെയ്യാറുണ്ടല്ലോ. നമ്മളിവിടെ റോഡ് ക്രോസ് ചെയ്യുന്നിടത്ത് പല അപകടങ്ങളും സംഭവിക്കുന്നു. പക്ഷേ പല വഴികളിലൂടെയും, പല വഴികളും, ആകാശത്തുള്ള പല വഴികൾ, പല സഞ്ചാരപഥങ്ങളും, ആ സഞ്ചാരപഥത്തിന്റെ ഉള്ളിലൂടെ, ഇടയിലൂടെ മറ്റ് ഗ്രഹങ്ങൾ, മറ്റ് ഗോള നക്ഷത്രങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാലും അവ തമ്മിൽ കൂട്ടിമുട്ടുകയില്ല, ഒരിക്കലും മുട്ടില്ല. അപ്പോൾ കൃത്യമായി സഞ്ചാരപഥം എല്ലാ ഗോള നക്ഷത്രങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്നു ആകാശലോകത്ത്. അവ അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. ദീർഘവൃത്താകൃതിയിലാണ് ഇവയെല്ലാം സഞ്ചരിക്കുന്നത്. കൃത്യമായ റൗണ്ടല്ല, വൃത്തമല്ല, ദീർഘവൃത്താകൃതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ആകാശത്ത് ഒട്ടനവധി സഞ്ചാരപഥങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് പടച്ചറബ്. ആ ആകാശം തന്നെയാണ് സത്യം എന്നാണ് അള്ളാഹു 7-ാമത്തെ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. തുടർന്ന് 8-ാമത്തെ ആയത്ത്, ഇന്നക്കും ലഫീ ഖൗലിൻ മുഖ്തലിഫ്, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, ലഫീ ഖൗലിൻ വാക്കിലാണ്, മുഖ്തലിഫ് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഭിന്നമായ വാക്കിലാണ്, ഭിന്നാഭിപ്രായമുള്ള വാക്കിലാണ് നിങ്ങളുള്ളത്. എന്താ പറഞ്ഞത്? ഇതാണ് ആകാശത്തെ വെച്ചുകൊണ്ട്, അതും ആകാശത്തിലെ ഒട്ടനവധി മാർഗങ്ങളുണ്ട് എന്നുകൂടി ഓർമ്മപ്പെടുത്തിയ ശേഷം, അങ്ങനെയുള്ള ആകാശം തന്നെ സത്യം. ഇന്നക്കും ലഫീ ഖൗലിൻ മുഖ്തലിഫ്, നിങ്ങൾ ഭിന്നിച്ചു നിൽക്കുന്ന അഭിപ്രായത്തിൽ തന്നെയാകുന്നു ഉള്ളത്. മക്കാ മുശ്രിക്കുകളെ പറ്റിയാ പറയുന്നത്. ഭിന്നിച്ചു നിൽക്കുക നിങ്ങൾ. ഒരു സമയത്തും നിങ്ങൾക്ക് ഉറച്ച ഒരഭിപ്രായമില്ല. ഒരിക്കൽ ഒന്ന് പറയും, മറ്റൊരിക്കൽ അതിന് വിരുദ്ധമായി പറയും, മൂന്നാമതൊരിക്കൽ വേറൊരു കാര്യം പറയും, കുറച്ച് കഴിഞ്ഞാൽ അതിനെതിരായിട്ട് സംസാരിക്കും. ഈ പറയുന്നതിനൊക്കെ വിരുദ്ധമായിട്ട് തന്നെ നിങ്ങൾ നിലകൊള്ളുന്നു. ഒന്നിലും ഒരു സ്ഥിരമായിട്ട് നിങ്ങൾ നിലനിൽക്കുന്നില്ല. അപ്പൊ എന്തൊക്കെയാണ് ഇവര് ഭിന്നാഭിപ്രായത്തിലുള്ളത്? എതിരായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവാചകനെ സംബന്ധിച്ച് ഭിന്ന വാക്കുകൾ നോക്കി നിങ്ങൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് മക്കയിലെ മുശ്രിക്കുകൾ ഒരിക്കൽ പറയും അദ്ദേഹം അമീനാണ്, അമീനാണ്, വിശ്വസ്തനാണ്, സത്യസന്ധനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ആ മക്കാ മുശ്രിക്കുകൾ പറയും. അതേ മക്കാ മുശ്രിക്കുകൾ തന്നെ മറ്റൊരു സമയത്ത് പറയും അദ്ദേഹം കാദിബ്, അതായത് കള്ളവാദിയാണ്, കള്ളത്തരാണ് പറയുന്നത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥം ലഭിച്ചിട്ടുണ്ട് എന്ന് കളവ് പറയുന്നു. ഒരു പ്രവാചകനാണ് താൻ എന്ന് ആ മുഹമ്മദ് കളവ് പറയുന്നു. മരണാനന്തരം ഒരു ജീവിതമുണ്ട് എന്ന് മുഹമ്മദ് കളവ് പറയുന്നു. അങ്ങനെ തുടങ്ങിയിട്ടൊക്കെ അപ്പോൾ ഒരേ സമയത്ത് ഇവർ പറയും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അഥവാ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ അബ്ദുള്ളയുടെ മകനായ മുഹമ്മദ്. ആ മുഹമ്മദ് അല്ലമീനാണ്. അത് അംഗീകരിച്ചിരുന്നു അവർ. അതുകൊണ്ടാണ് വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെയും സുരക്ഷിതമായി സൂക്ഷിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മക്കാ മുശ്രിക്കുകളെ ഏൽപ്പിച്ചത്. ഹിജ്റയുടെ വേളയിൽ മക്കയിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് പുറപ്പെടുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്ത നിർദ്ദേശം വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം ഇതായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ സൂക്ഷിച്ച് ഏൽപ്പിച്ചിട്ടുള്ള മക്കാ മുശ്രിക്കുകളുടെ വസ്തുക്കളൊക്കെയും എടുത്ത് അലി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊടുത്തിട്ട് ഇത് ഓരോരുത്തരെയും പേര് പറഞ്ഞ് ഇത് ഇന്ന ആൾക്കാരുടേതാണ്, അത് അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം എന്ന് ഏർപ്പാട് ചെയ്ത ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുന്നത്. അതായത് ആ സമയത്ത് പോലും മക്കാ മുശ്രിക്കുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കുന്നതിന് വേണ്ടി വീട് വളഞ്ഞിക്കുകയാണ്. അപ്പോൾ പോലും ഈ മക്കാ മുശ്രിക്കുകളുടെ വിലപ്പെട്ട പല വസ്തുക്കളും സൂക്ഷിക്കാൻ വേണ്ടി അവരെ ഏൽപ്പിച്ചിട്ടുള്ളത് ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നിങ്ങൾ നോക്കി, വിരോധാഭാസം നോക്കി നിങ്ങൾ.
അതാ പറയുന്നത്, ഇന്നക്കും ലഫിയ ഖൗലി മുഖ്തലിഫ്, തീർച്ചയായും നിങ്ങൾ വ്യത്യസ്ത അഭിപ്രായത്തിലാണ്. ഒരിക്കൽ പറയും അദ്ദേഹം സത്യസത്തനാ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയും അദ്ദേഹം കളവ് പറയുന്നവനാ. ഒരിക്കൽ പറയും അദ്ദേഹം മജ്നൂനാണ്, ഭ്രാന്തനാണ്, അങ്ങനെയും പറഞ്ഞിട്ടുണ്ടല്ലോ പ്രവാചകനെ സംബന്ധിച്ച് ഭ്രാന്തനാണെന്നുള്ളത്. അദ്ദേഹത്തിന് ഭ്രാന്താണ്, മുഹമ്മദിന് ഭ്രാന്താണ്, അതാണ് ഇങ്ങനെ എന്തൊക്കെ വിളിച്ചു പറയുന്നത്. വേറൊരിക്കൽ പറയും അദ്ദേഹം കാഹിനാണ്, ജ്യോത്സ്യനാണ്. ജ്യോത്സ്യവും ഭ്രാന്തും ഒരുമിച്ച് ചേരുവോ? ജ്യോത്സ്യം എന്നുള്ളത് ഗണിച്ച് കൃത്യമായി ഗണിച്ച് അവരുടേതായ പിന്നെ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ അന്ധവിശ്വാസത്തിൽ നിന്നുകൊണ്ട് വരുന്നവന് ബോധ്യപ്പെടുന്ന വിധത്തിൽ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയുന്ന ജ്യോത്സ്യം. മജ്നൂന ഭ്രാന്തൻ എന്ന് പറഞ്ഞാലോ പിച്ചുംപേയും പറയുന്നവർ, അല്ലെ, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നവർ. അപ്പൊ മജ്നൂനാണ്, ഭ്രാന്തനാണ്, അതേ സമയത്ത് മുഹമ്മദ് കാഹിന് ജ്യോത്സ്യനുമാണ് എന്ന് രണ്ടും അവർ തന്നെ പറയുന്നു. രണ്ടും കൂടെ ചേരുവോ? പരസ്പര വൈരുദ്ധ്യമല്ലേ? ഒരിക്കൽ പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാഇറാണ്, കവിയാണ്. വേറൊരിക്കൽ പറയും സാഹിറാണ്, മെജീഷ്യനാണ്. ഒരിക്കൽ പറയും അത് കവിതയാണ്. ആ കവിത ഇങ്ങനെ പാരായണം ചെയ്യണം, ആ കവിതയിൽ ഇങ്ങനെ മയങ്ങിപ്പോവുകയാണെന്ന് പറയും. വേറെ സ്ഥലത്ത് പറയുന്ന സമയത്ത് അവർ പറയും മുഹമ്മദ് സാഹിറാണ്, ഒരു ജാലവിദ്യക്കാരനാണ്, മെജീഷ്യനാണ്, അവൻ മേജിക്ക് കാണിച്ചാൽ അവന്റെ മേജിക്കിൽ അവന്റെ ആ കൺകെട്ട് വിദ്യയിൽ കുടുങ്ങിപ്പോവുകയാണ് ആൾക്കാർ എന്ന് പറയും. അങ്ങനെ പരസ്പര വൈരുദ്ധ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് തന്നെ പരസ്പര വൈരുദ്ധ്യമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേ സമയത്ത് അള്ളാഹുവിനെ പറ്റിയും അവർക്ക് വൈരുദ്ധ്യങ്ങൾ തന്നെയാണ് പറയാനുള്ളത്. എന്താ അള്ളാഹുവിനെ പറ്റി പറയുന്ന വൈരുദ്ധ്യം? അള്ളാഹു ഖാലിഖാണ് എന്നവർ പറയും, അല്ലേ? ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആ മക്കാ മുശ്രിക്കുകൾ പറയും അള്ളാഹുവാണ്. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു തരുന്നത് ആരാണ്? അള്ളാഹുവാണ്, അല്ലേ? എല്ലാം സർവ്വതിൻ്റെയും അധികാരം ആരുടെ കയ്യിലാണ്? അള്ളാഹുവിൻ്റെ കയ്യിലാണ്. കാര്യങ്ങളൊക്കെയും നിയന്ത്രിക്കുന്നത് ആരാണ്? അള്ളാഹുവാണ് എന്നൊക്കെ അവർ പറയും. അതേ സമയത്ത് ഇതൊക്കെ അവർ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഖാലിഖ് അള്ളാഹുവാണ്, റാസിഖ് അള്ളാഹുവാണ് എന്നൊക്കെ അംഗീകരിക്കുമ്പോൾ തന്നെ ഇലാഹ് ആരാണ്? അത് അള്ളാഹു ഇലാഹാണോ? ആണ്. എന്നാലോ അള്ളാഹു സർവ്വ ഇലാഹുകളുടെയും ഇലാഹാണെന്നാ. ഇലാഹുൽ ആലിഹത്ത്, ആരാധ്യന്മാരുടെ ആരാധ്യനാണ് അള്ളാഹു. ആരാധ്യന്മാരുടെ ആരാധ്യം എന്ന് പറഞ്ഞാൽ ആരാധ്യന്മാർ, ഇവർ ആരാധിക്കുന്നവർ, ആ ആരാധിക്കപ്പെടുന്നവർ ആരാധിക്കുന്നത് അള്ളാഹുവിനെയാണ്. വൈരുദ്ധ്യല്ലത്? നിങ്ങൾ ഓർത്ത് നോക്ക്. അവർ പറയുന്ന വൈരുദ്ധ്യം, ഞങ്ങൾ ഇന്നവയെ ആരാധിക്കുന്നു, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവയെ ആരാധിക്കുന്നത് അള്ളാഹുവിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അള്ളാഹു ആരാണ്? അള്ളാഹു ആരാധ്യന്മാരുടെ ആരാധ്യനാണ്. അപ്പൊ ഞങ്ങളുടെ ആരാധ്യന്മാരായ ഈ വസ്തുക്കൾ അവർ ഞങ്ങളെ അള്ളാഹുവിലേക്ക്, അവരുടെ ആരാധ്യനായ അള്ളാഹുവിലേക്ക് അടുപ്പിക്കും. എന്നാൽ നിങ്ങളുടെ ആരാധ്യനാണ് അള്ളാഹു, അതുമാണ്. ഒരേ സമയത്ത് അള്ളാഹു ആരാധ്യനാണ് എന്നും സമ്മതിക്കും, അള്ളാഹു ആരാധ്യനാണ് എന്ന് സമ്മതിക്കും, അതേ സമയത്ത് അള്ളാഹു അല്ലാത്ത മറ്റു പലരെയും ആരാധിക്കുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെ പരസ്പര വൈരുദ്ധ്യങ്ങൾ, അള്ളാഹുവിന്റെ വിഷയത്തിലും വൈരുദ്ധ്യങ്ങൾ, പ്രവാചകന്റെ വിഷയത്തിലും വൈരുദ്ധ്യങ്ങൾ, അതുപോലെ തന്നെ ഖുർആന്റെ കാര്യത്തിലും വൈരുദ്ധ്യം തന്നെയാണ് അവർ സംസാരിക്കുന്നത്. ഒരിക്കൽ പറയും അതിന് വലിയ വശ്യതയുണ്ട്, അതിന് വലിയ മാധുര്യമുണ്ട്, ഇത് മനുഷ്യന്റെ ഒരു സൃഷ്ടിയല്ല എന്നൊക്കെ അവർ പറയും. അതേ സമയത്ത് കുറച്ച് കഴിഞ്ഞാൽ അവർ പുറത്തു വന്നാൽ അവർ പറയും ഇതേതോ ജ്യോത്സ്യന്റെ ജ്യോത്സ്യമാണ്, വേറെ ആരോ പഠിപ്പിച്ച് വിട്ടതാണ്, രാത്രിയിൽ ഇരുന്നിട്ട് ഓതിപ്പഠിപ്പിച്ച് കൊടുത്തതാണ്, അത് പിറ്റേന്ന് വന്നിട്ട് ഇവിടെ പറയാണ് എന്നും പറയും. ഇങ്ങനെ വൈരുദ്ധ്യങ്ങൾ, എല്ലാത്തിനെ സംബന്ധിച്ചും അവർ വൈരുദ്ധ്യം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹു പറയുന്നത് ആകാശത്തെ, അതും ഒരുപാട് മാർഗങ്ങളുള്ള അഥവാ സഞ്ചാര പദങ്ങളുള്ള ആകാശത്തെ സത്യമാക്കി വെച്ചുകൊണ്ടാണ്, അതിന്റെ പേര് ആകാശത്തിന്റെ പേരിൽ സത്യം പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു അവരെ ഈ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. ഏത്? നിങ്ങൾ പറയുന്നത് വൈരുദ്ധ്യങ്ങളാണ്, പരസ്പര വൈരുദ്ധ്യമുള്ള വാക്കുകളാണ് നിങ്ങൾ പറയുന്നത്. പിന്നെ എന്തിനാണ് ഈ സത്യം ചെയ്യുന്നത്? വസ്തുക്കളെയൊക്കെ സത്യം ചെയ്തുകൊണ്ട് അള്ളാഹു ഒരുപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തിനാണ് സത്യം ചെയ്യുന്നത്? ഒരു ശ്രദ്ധ ക്ഷണിക്കലാണ്. മനുഷ്യൻ അശ്രദ്ധയിലായി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് മക്കയിലെ മുശ്രിക്കുകൾ, അവർക്കൊന്നും ദീനിലൊന്നും അത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഓൽക്ക് ഓലതായ കുറെ ഏർപ്പാടുകൾ, കച്ചവടം ചെയ്യുന്നവർ അങ്ങനെ കച്ചവടത്തിന് പോകും, വേണ്ടാത്തരം ചെയ്യുന്നവർ അങ്ങനെ മദ്യപാനവും പിന്നെ അതുപോലെ പരസ്ത്രീ ബന്ധവും അങ്ങനെ പിന്നെ യുദ്ധങ്ങളും ആയിട്ട് അങ്ങനെ ജീവിതം കഴിച്ചു കൂട്ടുന്ന ഒരു ജനവിഭാഗമായിരുന്നല്ലോ മക്കയിലെ അറബികൾ, മക്ക മുശ്രിക്കുകളായ ആൾക്കാർ. അപ്പൊ അവർക്ക് ഈ ജാതി ദീനീ കാര്യങ്ങളെ പറ്റി ചിന്തിക്കാനൊന്നും ഓൽക്ക് നേരല്ല, ഉത്ബോധനം സ്വീകരിക്കാനും നേരല്ല, ഓൽക്ക് തോന്നിവാസികളായിട്ട് നടക്കാനാണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങൾ എവിടെയൊക്കെയാണോ സമ്മേളിക്കുന്നത് അവിടെ ചെന്നിട്ട് പറയുക വസ്സമാഇ ദാത്തിൽ ഹുബുക്ക് എന്ന് കേൾക്കുമ്പോൾ ഈ കേൾക്കുന്നവർ അങ്ങാടിയിൽ കച്ചവടത്തിൽ വ്യാപൃതരായ കച്ചവടക്കാർ, സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നിട്ടുള്ള ഗുണഭോക്താക്കൾ, കസ്റ്റമേഴ്സ്, അതിന് ജോലി ചെയ്യുന്ന, അങ്ങാടിയിൽ കച്ചവട ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന അതിൻ്റെ ജോലിക്കാർ, വസ്തുക്കൾ കൊണ്ടുവരികയും കൊണ്ടുപോവുകയും ചെയ്യുന്ന വാഹന വ്യൂഹങ്ങൾ, അന്നത്തെ നിനക്ക് പിന്നെ ഒട്ടകങ്ങൾ, ഇങ്ങനെയുള്ളതെല്ലാമായിട്ട് പിന്നെ തിരക്കേറിയ
അങ്ങാടിയിൽ ചന്തയിൽ ചെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുക ഇങ്ങനെ വസ്സമാഇ ദാത്തിൽ ഹുബുക്ക്. കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ചുവട് കൊടുത്ത് എന്താ മുഹമ്മദ് പറയുന്നത്? ആകാശം തന്നെയാണ് സത്യം, വിവിധ മാർഗങ്ങളുള്ള സഞ്ചാര പദങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ചെവി കൊടുക്കും. എന്താ ഇപ്പൊ മുഹമ്മദിന് പുതിയ കാര്യം പറയാനുണ്ടല്ലോ, അതൊന്ന് കേൾക്കണം. അങ്ങനെ മനുഷ്യന്റെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ആ ശ്രദ്ധ ക്ഷണിക്കുന്നതോടൊപ്പം തന്നെ വളരെ അർത്ഥവത്തായ പദങ്ങളാണ് അല്ലെങ്കിൽ വസ്തുക്കളെ വെച്ചുകൊണ്ടാണ് സത്യം ചെയ്യുന്നത്. അതാണ് ഇവിടെ ഒന്ന്. ഇപ്പോൾ ഒരു 6-ാമത്തെ ആയത്തിൽ നമ്മൾ 7-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചില്ലേ അല്ലെ, ഹുബുക്കുകളുള്ള അല്ലെങ്കിൽ വിവിധ സഞ്ചാര പദങ്ങളുള്ള ആകാശം തന്നെ സത്യം എന്ന് പറഞ്ഞില്ലേ, ഇതേപോലെ അതിലൂടെ മനുഷ്യബുദ്ധിയെ തട്ടി ഉണർത്തുക. അന്ന് മാത്രമല്ല, ഇന്നും ദുനിയാവിന്റെ കാര്യത്തിൽ നെട്ടോട്ടമോടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ ഇങ്ങനെ പറയുമ്പോൾ എന്തു പറയുമ്പോൾ വ്യത്യസ്ത സഞ്ചാര പദങ്ങളുള്ള ആകാശം തന്നെ സത്യം. എന്താ പറയാൻ പോകുന്നത്? ഒന്ന് കേൾക്കണമല്ലോ എന്നുള്ളൊരു ചിന്ത വരും. അതും കൂടെയാണ് സത്യം ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അല്ലാഹു അഅലം. 9-ാമത്തെ ആയത്ത് യുഫകു അൻഹു മൻ ഉഫിക്. യുഫകു തെറ്റിക്കപ്പെടുന്നു, അകലെയാകുന്നു എന്നർത്ഥം. അകലെയാക്കപ്പെടുന്നു. യുഫകു തെറ്റിക്കപ്പെടുന്നു, അൻഹു അതിൽ നിന്ന്, മൻ ഉഫിക് തെറ്റിക്കപ്പെടുന്നവർ അതിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നു. യുഫകു തെറ്റിക്കപ്പെടുന്നു, അൻഹു അതിൽ നിന്ന്, മൻ ഒരുത്തൻ, ഉഫിക്ക തെറ്റിക്കപ്പെട്ടവൻ. അപ്പൊ അകലെയായവൻ അതിൽ നിന്ന് അകലെയാകുന്നു, അല്ലെങ്കിൽ അകലെയാകുന്നവൻ അതിൽ നിന്ന് അകലെയാക്കപ്പെടുന്നു. ഇതാണ് ഇപ്പൊ ഇതിന്റെ അർത്ഥം. അപ്പൊ എന്താ ഇതിന് ഉദ്ദേശിക്കുന്നത്? യുഫകു അൻഹു മൻ ഉഫിക്ക, അകലെയാകുന്നവൻ ഇതിൽ നിന്ന് അകലെയാകുന്നു. എന്തിൽ നിന്ന് അകലെയാകുന്നു? ആരകലുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ മനുഷ്യന്മാർ അകലെയാവുന്നു എന്നാണ്. അതായത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രശംസയുടെ വചനമായിട്ടും അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് ആക്ഷേപത്തിന്റെ വചനമായിട്ടും മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഓരോരുത്തരും എവിടെ നിന്ന്? സത്യത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്ന അവിശ്വാസികൾ, അധർമ്മത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്ന വിശ്വാസികൾ. അപ്പോൾ വിശ്വാസി എന്താ? നേരത്തെ പറഞ്ഞല്ലോ, കൗലും മുഖ്തലിഫ് പറഞ്ഞല്ലോ, നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായത്തിലാണ് എന്ന് പറഞ്ഞല്ലോ. അങ്ങനെയുള്ള വ്യത്യസ്തമായ യാതൊരു അഭിപ്രായവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവർ അത്തരത്തിലുള്ള അബദ്ധജടിലമായ അഭിപ്രായങ്ങളിൽ നിന്ന് അകലെയാകുന്നു. എന്നിട്ട് അവർ ശരിയായ വാക്കിലേക്ക് വരുന്നു, അഥവാ ഹിദായത്തിലേക്ക് അവർ വരുന്നു. ഖുർആൻ അത് ജ്യോത്സ്യമാണ്, കവിതയാണ് എന്ന് പറയുന്നത് പോലെയുള്ള വാക്കുകളൊന്നും വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. അവർ പറയുന്നു ഇത് അള്ളാഹുവിൻ്റെ വചനമാണ്, അള്ളാഹു ഇറക്കിയതാണ്, അള്ളാഹുവിൻ്റെ ഹിദായത്താണ് വിശുദ്ധ ഖുർആൻ, അവൻ്റെ തദ്കിറ, അവൻ്റെ ഉത്ബോധനമാണ് വിശുദ്ധ ഖുർആൻ എന്ന് വിശ്വാസികൾ അംഗീകരിക്കുകയും അവർ പ്രഖ്യാപിക്കുകയും ചെയ്യും. അതിലൂടെ അവർ നേർമാർഗത്തിലേക്ക് അടുക്കുന്നു, നേർമാർഗത്തിലാവുന്നു. അങ്ങനെ നേർമാർഗത്തിൽ എത്തിച്ചേരുന്നു വിശ്വാസികൾ. അകലുന്നു ദുർമാർഗത്തിൽ നിന്ന്, അബദ്ധജടിലമായ വാക്കുകളിൽ നിന്ന്, പരസ്പര വൈരുദ്ധ്യങ്ങളായ വാക്കുകളിൽ നിന്ന് അവർ അകന്നു നിൽക്കുന്നു, അല്ലെങ്കിൽ അവർ അകന്നു പോകുന്നു. അപ്പോൾ പരസ്പര വിരുദ്ധമായ തെറ്റായ വാക്കുകളിൽ നിന്ന് വിശ്വാസി അകറ്റപ്പെടുന്നു. അവർ സത്യത്തിന്റെ വാക്കിലേക്ക് അടുപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. യുഫകു അൻഹു മൻ ഉഫിക്, തെറ്റിക്കപ്പെടുന്നവർ തെറ്റിക്കപ്പെടുന്നു. അതേസമയത്ത് അവിശ്വാസികളാണെങ്കിലോ അവർ സത്യത്തിൽ നിന്ന് അകന്നു പോകുന്നു, സത്യത്തിൽ നിന്ന് അവർ തെറ്റിപ്പോകുന്നു. പ്രവാചകനിൽ നിന്ന് അവർ അകന്നു പോകുന്നു, പ്രവാചകനിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നു. അങ്ങനെ നന്മയുടെ എല്ലാ ഭാഗത്തു നിന്നും അവിശ്വാസികൾ, ധിക്കാരികളായ ആൾക്കാർ തെറ്റിപ്പോകുന്നു, അകന്നു പോകുന്നു. തിന്മയുടെ ഭാഗത്തേക്ക് അവർ അടുത്തു പോവുകയും ആ തിന്മയുടെ വക്താക്കളായി മാറുകയും അങ്ങനെ വലാലത്തിൽ പിഴച്ച മാർഗത്തിൽ അവർ പ്രവേശിക്കുകയും ചെയ്യുന്നു. അവരെയും യുഫകു അൻഹു മൻ ഉഫിക്, തെറ്റിക്കപ്പെടുന്നവർ തെറ്റിക്കപ്പെടുന്നു. നന്മയിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നവർ തിന്മയിലേക്ക് പോകുന്നു, തിന്മയിൽ നിന്ന് തെറ്റിക്കപ്പെടുന്ന വിശ്വാസികൾ നന്മയിലേക്ക് പോകുന്നു. രണ്ടുപേർക്കും ബാധകമാണ് എന്നാണ് ഇമാം റാസിയെ പോലെയുള്ള പൂർവികരായ മുഫസ്സിറുകൾ ഇതിനർത്ഥം പറഞ്ഞിട്ടുള്ളത്. അതേസമയത്ത് അവര് ഖുർആനിൽ നിന്ന് അവർ തെറ്റിക്കപ്പെടുന്നു, അതോടുകൂടി തന്നെ അവർ പ്രവാചകരിൽ നിന്നും തെറ്റിക്കപ്പെടുന്നു എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുമുണ്ട്. എല്ലാം ശരി തന്നെയാണ്, എല്ലാം ഒന്നിനൊന്ന് പരസ്പര പൂരകങ്ങളായ വ്യാഖ്യാനങ്ങൾ തന്നെയാണ്. 10-11 ആയത്തുകൾ. الذين هم في غمرة ساهون. കുത്തില കൊല്ലപ്പെടട്ടെ അഥവാ നശിക്കട്ടെ എന്നർത്ഥം. കുത്തിലയുടെ അർത്ഥം കുത്തില പറഞ്ഞാൽ കൊല്ലപ്പെട്ടു എന്നാണ് വാക്കിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പ്രാർത്ഥന, ഒരു ശാപത്തിന്റെ രൂപത്തിലാണ്. അപ്പൊ കുത്തില എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടട്ടെ എന്ന ശാപം, അല്ലെങ്കിൽ നശിക്കട്ടെ.
അൽ ഹറാസൂൻ മതിപ്പിട്ട് പറയുന്നവർ അഥവാ മതിച്ചു പറയുന്നവർ, ഊഹിച്ച് പറയുന്നവർ. മതിപ്പ് എന്ന് പറഞ്ഞാൽ ഊഹം. അപ്പോൾ ഊഹിച്ച് എന്തെങ്കിലും പറയുന്ന ആൾക്കാരുണ്ട്, അവരൊക്കെ നശിച്ചു പോകട്ടെ ഈ മക്കാ മുശ്രിക്കുകളെ പോലെ. നേരത്തെ നമ്മൾ മനസ്സിലാക്കിയല്ലോ, അവർ കവിയാണെന്ന് പറയും പ്രവാചകനെ പറ്റി, പ്രവാചകൻ സാഹിർ മരണക്കാരനാണ് എന്ന് പറയും, അല്ലെങ്കിൽ ജാലവിദ്യക്കാരനാണ് എന്ന് പറയും. അതുപോലെ തന്നെ പ്രവാചകൻ കള്ളവാദിയാണ് എന്ന് പറയും. ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹു ആരാധ്യനാണ്, എന്നാൽ അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാരുണ്ട് എന്ന് പറയും. ഇങ്ങനെ പലതും അവരിങ്ങനെ ഗണിച്ച് ഊഹിച്ച് അവരുടെ സ്വന്തം താല്പര്യം അനുസരിച്ച് അവരുടെ ഇച്ഛകൾക്കനുസരിച്ച് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ ഹറാസൂൻ എന്ന് പറഞ്ഞത്. മതിച്ച് പറയുന്നവർ അഥവാ ഊഹിച്ച് പറയുന്നവർ നശിക്കട്ടെ, അവർക്ക് നാശം തന്നെയാകുന്നു. അപ്പൊ മതിച്ച് പറയുന്ന അല്ലെങ്കിൽ ഊഹിച്ച് പറയുന്നവരുടെ വിശേഷണങ്ങൾ പറയാണ്. അവരെങ്ങനത്തെവരാണ്? അല്ലദീനഹും ഫീ ഉംറത്തിൻ സാഹൂൻ. അല്ലദീന ഒരു കൂട്ടരാണ് അവർ, ഹും അവർ, ഫീ ഉംറത്തിൻ അവരുടെ അജ്ഞതയിൽ അല്ലെങ്കിൽ അവരുടെ വിഡ്ഢിത്തത്തിൽ. ഉംറത്ത് പറഞ്ഞാൽ ഒന്നായിട്ട് ഇങ്ങനെ മൂടിക്കിടക്കണം, ഒമറ മൂടി. അപ്പം വിവരക്കേടിൽ മൂടിക്കിടക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ അജ്ഞതയിൽ മൂടിക്കിടക്കുന്ന ആളാ, വിഡ്ഢിത്തരങ്ങളിൽ മൂടിക്കിടക്കുകയാണ് അവർ. അങ്ങനത്തെ അവര് ആ സാഹൂൻ അവരാണെങ്കിൽ അശ്രദ്ധരും മതിമറന്നവരുമാണ്. അങ്ങനെയാണ് അവരുടെ ജീവിതം. ശ്രദ്ധയൊന്നുമില്ല, ജീവിതത്തിനൊരർത്ഥമുണ്ട്, ലക്ഷ്യമുണ്ട്, ബോധമില്ല. അള്ളാഹുവിൻ്റെ ഉത്ബോധനം സ്വീകരിക്കണം, ബോധമില്ല. അവർ അവരുടേതായ ദുനിയവിയായ കാര്യങ്ങളിൽ സുഖഭോഗങ്ങളിൽ സംതൃപ്തി അടഞ്ഞുകൊണ്ട് അങ്ങനെ അലസരായിക്കൊണ്ട്, അതുമല്ലെങ്കിൽ അശ്രദ്ധരായിക്കൊണ്ട് അവരങ്ങനെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ആൾക്കാരാണ് ഈ ഊഹിച്ച് പറയുന്നവർ. ഈ പറയുന്നത് കാര്യത്തിൽ വല്ല ന്യായവുമുണ്ടോ, സത്യവുമുണ്ടോ, തെളിവുണ്ടോ, രേഖയുണ്ടോ, ബുദ്ധിപരമായ നിലനിൽപ്പുണ്ടോ, ബുദ്ധിപരമായ തെളിവുണ്ടോ, പ്രകൃതിയിലുള്ള തെളിവുണ്ടോ, രേഖയുണ്ടോ എന്നൊന്നും പരിശോധിക്കാതെ തോന്നിയതനുസരിച്ച് അവരിങ്ങനെ പഴയ വിഡ്ഢിത്തത്തിലനുസരിച്ച് അങ്ങനെ ജീവിച്ചു പോകുന്നു. എന്നിട്ട് എന്തെങ്കിലും വായിൽ വരുന്നത് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ആൾക്കാർ, സത്യം കണ്ടെത്താത്ത, ബുദ്ധി ഉപയോഗിക്കാത്ത വിഡ്ഢികളായ ഇത്തരത്തിലുള്ള ആൾക്കാർ, അവരൊക്കെയും നശിച്ചു പോകട്ടെ. ഇതാണ് ഇപ്പോൾ ഉള്ള ഈ രണ്ടായത്തുകൾ, അതായത് 10, 11 ആയത്തുകളിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്. ആ ഊഹിച്ച് പറയുന്ന വിഡ്ഢികളുടെ വേറെ ചില സ്വഭാവങ്ങളും കൂടെ പറയാണ് 12, 13 ആയത്തിൽ. യസ്അലൂന അയ്യാന യൗമുദ്ദീൻ യൗമഹും അലന്നാരി യുഫ്തനൂൻ. യസ്അലൂന അവർ ചോദിക്കുന്നു, അയ്യാന ഏതവസരത്തിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ്, യൗമ് ദിവസം, ദീൻ പ്രതിഫല നടപടി. അപ്പോൾ അയ്യാന യൗമുദ്ദീൻ പ്രതിഫല നടപടിയുടെ ദിവസം അത് എന്നാണ്, ഏതാണ് എന്ന് അവർ ചോദിക്കുന്നു. അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഉണർത്തുമല്ലോ, പരലോക ജീവിതമുണ്ട്, രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, ചോദ്യമുണ്ട്, നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തനത്തിന് പ്രതിഫലം ലഭിക്കുന്ന ദിവസം വരാനുണ്ട് എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ഉണർത്തുമ്പോൾ അവർ ചോദിക്കാറുള്ള ചോദ്യം എന്നാണത്, അതെന്നാണ്, എന്നാ പിന്നെ അതൊന്നും ഇങ്ങോട്ട് വരട്ടെ, ആ അന്ത്യദിനം ഖിയാമത്ത് നാൾ ഇങ്ങോട്ട് വരട്ടെ, ആകാശം പൊട്ടിപ്പടരാ, എന്നാ പിന്നെ അത് പൊളർന്നിട്ട് ഞങ്ങളുടെ തലയേക്ക് വീഴട്ടെ എന്നിങ്ങനെ തുടങ്ങിയിട്ട് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അവർ ധൃതി പിടിക്കുന്നു എന്നാ ഖുർആനിൽ എത്രയോ സ്ഥലത്ത് കാണാം. അവർ ധൃതി കാണിക്കുക, എന്നാ പിന്നെ അതൊന്നും ഇങ്ങോട്ട് വരട്ടെ, അള്ളാഹുവിൻ്റെ ശിക്ഷ വരും, എന്നാ പിന്നെ ആ ശിക്ഷ ഒന്നും ഇങ്ങോട്ട് വരട്ടെ, അതൊന്നും ഇങ്ങോട്ട് കാണട്ടെ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള അവരുടെ ദുർന്യായങ്ങൾ. അതാണല്ലോ മറുപടി പറയാനില്ലാത്ത സമയത്ത് പറയുന്ന മുട്ടുന്യായങ്ങളാ. എന്നാ പിന്നെ ആ പ്രതിഫല നാളിൻ്റെ ദിവസം എന്നാ അതൊന്നും ഇങ്ങോട്ട് പറയും. നീ അള്ളാൻ്റെ ആളല്ലേ, അള്ളാഹ് നിനക്കൊക്കെ പറഞ്ഞു തരുന്നില്ലേ, പ്രതിഫല നാളിൻ്റെ ദിവസം വരാനുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, എന്നാ പിന്നെ അതെന്നാ, അതൊന്നും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടാ മുഹമ്മദ്, ഇതൊന്നും വരൂലെന്നേ, വെറുതെ ഇവനിങ്ങനെ എന്തോ പറയാണ്, അതാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ അത് എന്നാണ് എന്നുള്ള അറിയാൻ വേണ്ടിയുള്ള ചോദ്യമല്ല. അതൊന്നും വരാനില്ല, ഇവനിങ്ങനെ അന്ത്യദിനം പ്രതിഫല നാൾ എന്ന് പറയുന്നത് അതിനെ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വാക്കാണ്. ഇത് ഇസ്തിഹ്സ ആണ്, കളിയാക്കിക്കൊണ്ടാണ് ഈ വാക്ക് പറയുന്നത്. എന്നാ അതെന്നാണ് ആ പ്രതിഫല ദിവസത്തിന്റെ ആ തുടക്കം, അതെന്നാണ്, അതൊന്നും ഇങ്ങോട്ട് പറയും. അള്ള മറുപടി പറയാം, യൗമകും അലന്നാരി യുഫ്തനൂൻ. യൗമ ഒരു ദിവസമാണ് അതുണ്ടാകുക, ഹും അവർ, അലന്നാരി അഗ്നിക്കുമീതെ, നരകത്തിനു മീതെ, യുഫ്തനൂൻ പരീക്ഷണം ചെയ്യപ്പെടുന്ന ദിവസമാണ്. അന്നാണ് ആ ദിവസം. പ്രവാചകരെ പറഞ്ഞേക്ക് എന്നാന്നല്ലേ ചോദിക്കുന്നത്. അതെ, ഇവര് തീയിൽ പ്രവേശിച്ച്, നരകത്തിൽ പ്രവേശിച്ച്, അതിന്റെ മുകളിൽ കിടന്ന് ശിക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമുണ്ട്, ഒരു ദിവസം വരാണ്ട്, അന്ന് തന്നെയാണത്. സൂഖൂ എന്നിട്ടുള്ള പറയും, സൂഖൂ നിങ്ങൾ ആസ്വദിച്ചു കൊള്ളുക, ഫിത്നതക്കും നിങ്ങളുടെ ഈ പരീക്ഷണങ്ങൾ അഥവാ ഈ ശിക്ഷ. ഫിത്ന എന്നുള്ളത് പരീക്ഷണം, ശിക്ഷ രണ്ടർത്ഥത്തിൽ ഉപയോഗിക്കും. നിങ്ങൾക്ക് നൽകിയിട്ടുള്ള പരീക്ഷണമാകുന്ന ഈ ശിക്ഷയെ നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക, ആസ്വദിച്ചു കൊള്ളുക.
ഇത് ഹാദല്ലതി ഇതായിരുന്നു കുന്തും നിങ്ങൾ ബിഹി അതിനെ തസ്തഅ്ജിലൂൻ ധൃതിപ്പെട്ടുകൊണ്ടിരുന്നില്ലേ അതിനു വേണ്ടി. നിങ്ങൾ കുറെ കാലം ധൃതിപ്പെട്ടില്ലേ, എപ്പോഴാ വരട്ടെ, കാണട്ടെ, അനുഭവിക്കട്ടെ, ഞങ്ങളെ മേലെ വീഴട്ടെ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നില്ലേ. നിങ്ങൾ ധൃതിപ്പെട്ടിരുന്ന സംഗതി ഇത് തന്നെയാവുന്നു എന്ന് നരകത്തിൽ വെച്ച് അവർ ശിക്ഷിക്കപ്പെടുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ മറുപടി ഉണ്ടാവും. സഹോദരങ്ങളെ, 51 അധ്യായമായ സൂറത്തു ദാരിയാത്തിലെ 7 മുതൽ 14 വരെയുള്ള വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എണ്ണം കൊണ്ട് കുറച്ച് ആയത്തുകൾ അധികമുണ്ടെങ്കിലും അത് ചെറിയ ചെറിയ ദൈർഘ്യം കുറഞ്ഞ ആയത്തുകളായതുകൊണ്ട് അത് സാധാരണ ക്ലാസ് എടുക്കുന്നതിനും കൂടുതലൊന്നും നമുക്ക് പറയാനില്ല. ഇതിലൊരുപാട് കാര്യങ്ങൾ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതാണ്. സത്യവിശ്വാസവും സത്യനിഷേധവും വളരെ വ്യക്തമായിട്ട് തെളിഞ്ഞു കാണും വിധമുള്ള കാര്യങ്ങളാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. നരകത്തിൽ കിടന്നിട്ട് ആ ശിക്ഷ അനുഭവിക്കും അവരോട് പറയുന്ന വചനമാണല്ലോ 14-ാമത്തെ ആയത്ത്. നരകം അതിഭയാനകമാണ്. നമ്മൾ കരുതിയിരിക്കുക, അള്ളാഹുവിനോട് എപ്പോഴും അഭയം തേടുക, അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക. ആ നരകത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയും അതിനനുസരിച്ചുള്ള അമലുകളും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം എന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുജനങ്ങളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും ജന്നത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.